ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇത് ഒരു ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, ഗാർഡൻ എനിക്ക് തൊട്ടാമത്താണോ. ഇത് സ്റ്റാൻഡ് ഇരുമ്പോണ്ട് പണിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ചാണ് കേട്ടോ പറയാൻ പോണത്. ഈ പ്ലാന്റ് അങ്ങനെ പ്രത്യേകത ഒരു വലിയ പ്ലാന്റായിട്ട് അവിടെ വെള്ള കളറ് ഇതായിട്ടുള്ള ഒരിതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചീനെല്ലാം ഇടുമ്പോൾ ഞാൻ പൊട്ടിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ പൊട്ടിക്കുമ്പോൾ മൂത്ത ഇലകളായിരിക്കും നിൽക്കുമ്പോൾ. ചിലത് മഞ്ഞയും ചിലത് ഇതായിട്ടുള്ള കുറച്ചൊരു വലിയ സൈസിലുള്ള ഒരു ഇതാട്ടോ. ചീനയില എന്താ ഞാൻ പൊട്ടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ചീനയില മണ്ണിൽ വീഴുമ്പോൾ അതിൽ ഫലഭൂയിഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് പൊട്ടിക്കാറില്ല. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇത് ഒരു മീഡിയം സൈസിൽ കുറഞ്ഞിട്ടും ഇത് കൂട്ടിയിട്ടുള്ളൊരിതാണ്. ഇതും അതുപോലത്തെ സൈസിലുള്ളൊരു ചെറുതാണ്. അച്ഛൻ പൂക്കളില്ലാത്തതോട്ടോ വന്നു, അച്ഛനതാ ഇഷ്ടം. പിന്നെ ഇത് നിങ്ങൾ കാണാറില്ലേ, ഇത് നിങ്ങൾ ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഫുള്ള് കളർ ഹുഴാക്കളുടെ അതിൻ്റെ അടക്കം ഈ ഒരു ഇല കറുപ്പ് കളർ കൊടുക്കാറില്ലേ. ഈ ഇലയും ഫസ്റ്റ് ആയിട്ടോ കാണുക. പിന്നെ ഇവിടെ 2 ഓട്ട, അത് നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ളതാട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയാണ് ഇത്. ഗായ്സ്, ആക്ച്വലി നോക്കി നോക്കൂ, നിങ്ങളിതിൻ്റെ വേരിങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ചെടിയിലാട്ടോ വളർന്നത്. അപ്പം അങ്ങനെ പിന്നെ ഇത് അതിൻ്റെ കുറേ വലുതും ചെറുതുമായിട്ടത്. ഇത് പിന്നെ ഒരു മഞ്ഞയും പച്ചയും പിങ്കിഷ് ആയിട്ടുള്ളൊരു ഇത്. പിന്നെ നമ്മുടെ കോലിച്ചെടി പേര് നിൽക്കാറില്ല കേട്ടോ. പിന്നെ റെഡിഷ് എന്നാട്ടോ. റെഡിഷ് ഭയങ്കര റെഡായിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ റെഡായിട്ടുള്ള ചെടി. പിന്നെ ഇതേ ചുമ്മാ ഞാൻ മാലൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ഇത് വളരെ കുഞ്ഞിയല്ല കേട്ടോ, കുഞ്ഞു ഇത് നമുക്ക് ഈ റെഡിഷിൻ്റെ ഒരു വേറെ ചെടിയാണ്. ഇത് വലുത്. പിന്നെ ഇത് നല്ല ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. ഇത് വേറെ കളറായിട്ട്. ഇത് പിന്നെ കുറച്ച് ഒരു സ്മോൾ ചെടികളുള്ള ഒരു ഇതും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ചെയ്യാം.